ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ നിന്നെ വീട് മുഴുവൻ തപ്പുമായിരുന്നു. ഇത് തരാൻ നല്ല തണുപ്പുള്ള മോരായിരുന്നു. ബട്ടർ മിൽക്കോ? ഞാനിത് ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചൊന്നുമില്ല. എന്നാലും ഇവിടെ നടന്നത് വെച്ചൊക്കെ നോക്കുമ്പോ അതന്നെ നീ കാണിച്ചു ഉടായ്പിന് അമ്മയുടെയും മിഥുനേട്ടന്റെയും കയ്യിന്ന് വഴക്ക് കേട്ടില്ലേ? എന്നെ പുകഴ്ത്തുന്നത് കേട്ടപ്പോ നിന്റെ വയറ്റിനകത്ത് തീ കത്തിയിട്ടുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ നല്ല തണുപ്പുള്ള മോര് കൊണ്ടുവന്നത്. ദാ കുടിക്ക്. ഒതുക്കത്തെ നിന്റെ ഈ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ നിനക്ക് നാണം കിടേണ്ടതായിട്ട് വന്നത്. അമ്മയുടെ മുന്നില് മേനി പറഞ്ഞ് തരികിട കളിച്ച് ഒടുവിൽ എന്തായി എന്ന് കണ്ടില്ലേ? എന്നിട്ട് അതിന്ന് വലുതും പഠിച്ചോ? മതി, നിർത്തിക്കോ മേഘനെ. അത്തി പൂത്തതുപോലെ എന്നോ ഒരു നാൾ ആന്റിയും മിഥുനും എന്നോട് ദേഷ്യപ്പെട്ടെന്ന് കരുതി നിന്നെ അവര് മരുമകളായി അക്സെപ്റ്റ് ചെയ്തോന്നാവുന്നില്ല. ഇന്ന് നിന്റെ സമയം നന്നായിരുന്നു. നീ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്താലും ആന്റിയെ മിഥുനെയും കയ്യിലാക്കാൻ നിനക്കാവില്ല. കാരണം മിഥുൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ആന്റി മിഥുന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ? എനിക്കറിയാം മഞ്ജരി, അമ്മയും മിഥുനേട്ടനും ഇപ്പൊ നിന്റെ സൈഡ് ആണെന്നുള്ളതല്ലേ നിന്റെ ധൈര്യം. അങ്ങനെ വലിയൊരു നുണ പറഞ്ഞ് ഞാനും മിഥുനേട്ടനും ഒന്നിച്ചു കഴിഞ്ഞ അപകടമാണെന്ന് വരുത്തി അമ്മയുടെ മനസ്സിൽ പേടിയുണ്ടാക്കി അമ്മയെ ചതിക്കായിരുന്നോ എന്നുള്ളതെങ്ങാനും അമ്മ അറിഞ്ഞാല് പിന്നെ ഈ ജന്മം നിനക്കിവിടെ കേറാനാവില്ല. മിഥുനേട്ടന്റെ അപകടങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായിട്ടും നീ പിടിച്ചത് ജയിക്കാനുള്ള നിന്റെ ഈ കളി മിഥുനേട്ടൻ എങ്ങാനും അറിഞ്ഞാല് പിന്നെ ആ മനസ്സിൽ നിനക്ക് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? നടക്കാൻ പോകുന്നത് പറഞ്ഞെന്നേ ഉള്ളൂ. പണിക്കിരങ്ങുന്നൊന്ന് കണ്ണു തുറന്നോട്ടെ, നിന്റെ മുഖം മൂടി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വലിച്ചു കീറും. ആ ദിവസം ഒത്തിരി ദൂരെയൊന്നും അല്ല, പെട്ടെന്നുണ്ടാവും. ഒരു ചെറിയ നുണ പറഞ്ഞ സഹിക്കാത്ത മിഥുനേട്ടന്റെ അമ്മ നിന്റെ ഈ വലിയ ചതി മനസ്സിലാക്കിയ ജീവനോട് രക്ഷപ്പെടില്ലെന്നേ. ഇതൊക്കെ നിന്റെ വെറും സ്വപ്നങ്ങളല്ലേ മേഘനെ? ഒരു കാര്യം നീ മറന്നു പോകുന്നു. ഞാൻ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവള് മാത്രമല്ല, നന്ദൻ ഫാമിലിയുടെ ബിസിനസ്സിൽ പാർട്ട്ണറും കൂടിയാ. എന്റെ ഷെയർസിന്റെ പെർസെന്റേജും കൂടുതലാ. സോ എന്നിൽ നിന്ന് മിഥുൻ അകലുക എന്നത് അസാധ്യമാ. എനിക്കറിയാം, ഈ വീട്ടിൽ നിനക്കുള്ള ബലവും ബലഹീനതയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും നിന്നെ സഹിക്കാൻ തയ്യാറായവരും എല്ലാവരെയും എനിക്കറിയാം. നീ ബലമാണെന്ന് കരുതുന്നവയൊക്കെ ഓരോന്നായി തകർത്തെറിഞ്ഞതിനു ശേഷം നിനക്കിവിടെ നിക്കക്കള്ളി ഇല്ലാതാക്കി സഹായിച്ചവരെ കൊണ്ട് തന്നെ നിന്നെ ഞാനിവിടുന്ന് പുറത്താക്കും. അതുവരെ ചാടാൻ പറ്റുന്നിടത്തോളം നീ ചാടിക്കും. ആ കാലം ഞാൻ വലിച്ചു കയറുന്ന നാൾ അധികം അകലെയല്ല. എന്നെ വെല്ലുവിളിച്ചു പോകാൻ മാത്രം ആരാ അവൾക്ക് ധൈര്യം കൊടുക്കുന്നേ? അതും മിഥുനാണെങ്കിൽ അരുണിമാന്റിയേക്കാളും മുൻപേ മിഥുനെ കയ്യിലെടുത്തേ തീരൂ. അവൻ എന്റെ കൈവെള്ളേ കിടന്ന് കറങ്ങുന്ന പമ്പരമാകണം. ഹലോ സാർ, പറയൂ സാർ. വർക്കെല്ലാം എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ട് സാർ. വർക്കേഴ്സിനെ എല്ലാം ഷിഫ്റ്റ് വൈസ് ആണ് ജോലിക്ക് എടുക്കുന്നത്. വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ജോലി നടക്കുന്നുണ്ട്. ഗുഡ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇനി അധികം വേണ്ടി വരുമോ? ഐ മീൻ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വരുത്തിക്കണോ? ഇപ്പൊ ഒന്നും വേണ്ട സാർ. ഇന്നലെ 100 ചാക്ക് സിമെന്റ് വന്നിരുന്നു, അത് തന്നെ ധാരാളമാ. ഓക്കെ, ഞാൻ നാളെ അവിടെ സൈറ്റ് വന്ന് കണ്ടോളാം. ആൻഡ് നമുക്ക് കുറച്ച് എക്സ്ട്രാ വർക്കേഴ്സിനെ കൂടി ആഡ് ചെയ്യേണ്ടി വരും. എന്നാലേ വിചാരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ വർക്ക് തീർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. ഫൈൻ, ഞാൻ പിന്നെ വിളിക്കാം.
നമസ്കാരം സാർ. കൺസ്ട്രക്ഷൻ ഒക്കെ ഭയങ്കര വേഗതയിലാന്ന് തോന്നുന്നല്ലോ. അതെ, നടക്കുന്നുണ്ട് സാർ. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ നടക്കുന്നേ? പിന്നെ നീ എന്റെ ആളാണെന്ന് ഒരാൾക്കും സംശയം തോന്നരുത്. അത് ഞാൻ നോക്കിക്കോളാം സാർ. ആ, സാറ് പറഞ്ഞതുപോലെ പയ്യെ പയ്യെ വർക്കേഴ്സിന്റെ മനസ്സിൽ ഞാൻ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. good. ഇപ്പൊ നീ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യണം. എന്താണ് സാർ? പറഞ്ഞോ, ഞാൻ ചെയ്യാം. നാളെ തന്നെ വർക്കേഴ്സിനെ കൊണ്ട് ഓവർ ടൈമിന്റെ കാശും ബോണസിന്റെ കാര്യവും കൂലി കൂട്ടിത്തരുന്നതിന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് ഇളക്കിവിട്ട് വലിയൊരു സമരം തന്നെ നടത്തണം. സാർ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയം വളരെ കുറവല്ലേ സാർ? വർക്കേഴ്സൊക്കെ കമ്പനിയുടെ വിശ്വാസികളാ. എല്ലാ വർക്കേഴ്സും മാനേജ്മെന്റിനോട് വിശ്വാസതയുള്ളവരായിരിക്കില്ല. അത്യാഗ്രഹികളായ നിന്നെ പോലത്തെ ചിലരെങ്കിലും ഉണ്ടാവും. അവരിലൂടെ കത്തിച്ചു വിട്ടാ മതി. പയ്യെ അത് കാട്ടുതീ പോലെ ആളിക്കോളും. കേട്ടല്ലോ? ഓക്കെ സാർ, ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. മറ്റൊരു കാര്യം, സമരവും പോരാട്ടവും സത്യാഗ്രഹവും എല്ലാം സകല മീഡിയയിലും വന്നിരിക്കണം. ആയിക്കോട്ടെ സാർ. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങള് സാറ് ലൈവായിട്ട് കണ്ടു. വെയിറ്റ് ആൻഡ് വാച്ച്. വെരി ഗുഡ്. മിഥുൻ പ്ലീസ്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ ഇന്റൻഷനലി ചെയ്തതല്ല. അരുണിമാൻഡി വഴക്ക് പറയോന്നുള്ള ടെൻഷനില് ഞാൻ അങ്ങനെ ഒരു ചെറിയ നുണ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതും ഞാൻ ആന്റി ഗസ്റ്റിന്റെ മുമ്പിൽ നാണം കിടാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ചെയ്തേ. മിഥുൻ മിഥുൻ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ 4 തല്ല് തല്ലിക്കോ. അതൊഴിവാക്കി എന്നോടിങ്ങനെ പിണങ്ങല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഹേർട്ടിങ്. ഞാൻ സോറി പറഞ്ഞില്ലേ മിഥുൻ? പ്ലീസ് പ്ലീസ് ഫോർഗീവ് മീ. നിനക്ക് കുക്കിംഗ് അറിയില്ലാത്തോണ്ടാ മോം ഇന്നലെ മേഘനയല്ല ഏൽപ്പിച്ചത്. അതിന്റെ ഇടയ്ക്ക് കയറി നീ തന്നെയല്ലേ മേഘനയോട് മത്സരിച്ച് എല്ലായിടത്തും തലയെ വെച്ചത്. അവര് ലോക്കൽ ഫുഡ് കഴിക്കില്ല, അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് മോമിന്റെ മനസ്സിനെ ഇളക്കി വിട്ടത് നീ തന്നെയാണ്. എന്നിട്ട് നീ തന്നെ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഷെഫിനെ അറേഞ്ച് ചെയ്ത് എന്തിനാണാവോ? നീ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അത് ചെയ്തിരുന്നെങ്കിൽ അത് ഇതിനേക്കാളും പ്രശ്നമായേനെ. അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കാനാ, അല്ലാതെ ഏതെങ്കിലും ഷെഫ് ഉണ്ടാക്കുന്നതല്ല. എന്നാ പിന്നെ അവരെ ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയ പോരെ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ മഞ്ജരി നിനക്ക്? അങ്ങനെ അല്ല മിഥുൻ, നീ വിചാരിക്കും പോലെ മേഘനയോടുള്ള മത്സരമൊന്നുമല്ല. അരുണിമാൻഡിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വലിയ നിലയിലുള്ളവരല്ലേ. മേഘനയുടെ പട്ടിക്കാട്ടിലെ ചാണകം കഴിച്ചാ അത് അവരെ ഡിഗ്രേഡ് ചെയ്യുന്ന പോലെയാവും. ആന്റിക്ക് നാണക്കേടാവുന്ന കരുതിയാ അതൊക്കെ എടുത്ത് ഞാൻ തലയിൽ വെച്ചേ. പക്ഷെ എന്റെ ബാഡ് ടൈം ആണെന്ന് പറഞ്ഞാ മതി. നോക്കു മഞ്ജരി, മോമിന് എല്ലാ കാര്യങ്ങളിലും തന്റേതായ ചിട്ടകളും രീതികളും ഉണ്ടെന്ന് അറിയായിരുന്നല്ലോ. അതിലെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും മോം വല്ലാതെ ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഹേർട്ടാവും. സോ മേലിൽ ഇത് ആവർത്തിക്കരുത്. പ്രത്യേകിച്ചും നിന്റേതല്ലാത്തൊരു ക്രെഡിറ്റ് എടുക്കാൻ നീ ഒരിക്കലും ശ്രമിക്കരുത്. നെവർ. ഇന്ന് സംഭവിച്ചതുപോലും ഒരു ഫ്ലോയില് സിറ്റുവേഷൻ ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു. വാട്ട് എവർ, ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഫൈൻ. അപ്പോ നീ എന്നോട് ക്ഷമിച്ചോ? മതി എനിക്ക്. ഇത് നമുക്കൊരു പാർട്ടി ആയിട്ട് ആഘോഷിക്കണം. ഗോ ആൻഡ് ഗെറ്റ് റെഡി. സോറി മഞ്ജരി, എനിക്ക് മൂടൊന്നുമില്ല. അപ്സെറ്റ് ആയ മൂഡ് സെറ്റ് ആവാൻ വേണ്ടിട്ടല്ലേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞേ. എന്റെ ഫ്രണ്ട് ഒരാള് നമുക്ക് വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയേ തീരൂട്ടോ. പ്ലീസ് മിഥുൻ, പ്ലീസ് 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 മിഥുൻ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്താ എല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നോ? എന്നോട് ചെറുതായിട്ടൊന്ന് പരിഭവിച്ചപ്പോഴേക്കും മിഥുൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ പോലത്തെ സീനായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങളൊരു പാർട്ടിക്ക് പോവാ. നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടയ്ക്കുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും ഒത്തിരി നേരത്തേക്ക് ഉണ്ടാവില്ല.
ഇൻഫാക്ട് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോ നോക്കി കൊതിച്ചു നിന്നോ. അവിടെ ആട്ടവും പാട്ടും ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും. അതൊക്കെ ഞാൻ സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട് കേട്ടോ. കണ്ട് വെള്ളം ഇറക്കി നിന്നോ. മഞ്ജരി, നിനക്കൊരു കാര്യം അറിയോ? നിന്നെ പോലത്തെ എടുത്തുചാട്ടക്കാരികളെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കുന്നവരാ. അതിരിക്കട്ടെ, മിഥുനേട്ടൻ പാർട്ടിക്ക് വരാന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, ഇതുവരെ ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്താ നിനക്കും മിഥുനേട്ടനും ഇടയ്ക്ക് അകൽച്ച ഉണ്ടാവില്ലെന്നോ? അതിനി വരാൻ എന്തിരിക്കുന്നു മഞ്ജരി. ആ അകൽച്ചയൊക്കെ ഞാൻ ഈ വീട്ടില് കാലെടുത്ത് വെച്ച അന്നും മുതലേ ഉണ്ട്. അത് നിനക്ക് മനസ്സിലാവാത്തതാ. പിന്നെന്താ പറഞ്ഞ? രണ്ടുപേരും കൂടി പാർട്ടി ചെയ്ത് ആടിപ്പാടി ഫുൾ എൻജോയ് ചെയ്യാൻ പോവാന്നോ? എന്നാ ഒരു രഹസ്യം പറയട്ടെ. മിഥുനേട്ടനും നീയും ഒറ്റയ്ക്കാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോവാണെങ്കിൽ പോലും ആളിന്റെ മനസ്സ് നിന്റെ കൂടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്നറിയോ? അദ്ദേഹത്തിന്റെ മനസ്സ് എന്റെ അടുത്താണുള്ളത്. നിന്റെ കണ്ണിനെതിരെ ഉണ്ടെങ്കിലും ഏട്ടന്റെ ചിന്തകളിൽ മൊത്തം ഞാൻ മാത്രമേ ഉണ്ടായിരിക്കൂ. എന്ന് നീ പറഞ്ഞാ മതിയോ? അതൊക്കെ വെറും നിന്റെ തോന്നലാ. തോന്നലൊന്നുമല്ല, ഈ ബന്ധമുണ്ടല്ലോ, അഗ്നിസാക്ഷിയായി കെട്ടിയ താലി ബന്ധമാണ്. എന്ത് ബന്ധമാണെങ്കിലും പ്രണയത്തിന് മുൻപിൽ എല്ലാം പൊട്ടിത്തകരും. ശരിയായിരിക്കാം, അതിനത് ആത്മാർത്ഥ പ്രണയമാണെങ്കിലല്ലേ. നിന്റെ മനസ്സിലുള്ളത് സ്വാർത്ഥത മാത്രമാണ്, അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരാ പറയാ. അധിക പ്രസംഗം വേണ്ട. അതിരി കിടക്കുന്നതും അധിക പ്രസംഗം പറയുന്നതും നീയാ. നീ തല കുത്തി നിന്ന് എന്നോട് മത്സരിച്ചാലും ഒരിക്കലും നിനക്ക് വിജയം ഉണ്ടാവില്ല. നിന്റെ വാൽ എവിടെ വെച്ച് മുറിച്ച് കളയണമെന്നുള്ളത് എനിക്കിപ്പോ ശീലമായി. ഓ അത് ശരി. എന്നാ മിഥുൻ എന്റെ ഒപ്പം പാർട്ടിക്ക് വരാണ്ട് നീ അതൊന്ന് മുടക്ക്. എന്താ മേഘനെ, ഒരു നല്ല ഡ്രസ് പോലും കാണുന്നില്ലല്ലോ. എല്ലാം അയൺ ചെയ്തൊന്നും മടക്കി വെക്കാറുന്നില്ലേ? തുണി മടക്കി വെക്കാൻ എന്നെ വേണം. പാർട്ടിക്ക് പോകാൻ വേറെ വല്ലവര്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഈയിടെയായിട്ട് ഒന്നിന് സമയം തികയുന്നില്ലായിരുന്നു. നോക്ക്, ഇതൊന്നും വാഷ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നേ. ഇതൊക്കെ നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ? ഓ ഞാൻ ഇപ്പൊ ചെയ്തുതരാലോ. ഏട്ടൻ നിക്ക കേട്ടോ. അല്ല, ഏട്ടന് ഏതോ പാർട്ടിക്ക് പോവാന്ന് കേട്ടു. മഞ്ജരിയുടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ പാർട്ടിയാ. ഓ ഓക്കെ ഓക്കെ. മിഥുനേട്ടൻ പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും തുണിയുടെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. താങ്ക് യു മേഘനെ. വെൽക്കം മിഥുനേട്ടാ. പാർട്ടിക്ക് പോണല്ലേ, എങ്ങനെ പോണെന്ന് ഞാനൊന്ന് കാണട്ടെ. എടാ ആകാശേ, ഏത് നേരം നിനക്ക് ജോലി മാത്രമേ ഉള്ളല്ലോടാ. ഏയ്, മാസം ശമ്പളം വാങ്ങിക്കുന്നില്ലടാ. അപ്പൊ ഇതെങ്കിലുമൊക്കെ ചെയ്യണ്ടേടാ. അതൊക്കെ വേണം എന്ന് കരുതി ഇങ്ങനെ വേണോ? ഇടയ്ക്ക് ഒരു റിലാക്സേഷന് സിനിമ, പാർട്ടി ഒക്കെ വേണ്ടേ? ലൈഫ് എൻജോയ് ചെയ്യടാ. എനിക്കൊന്നും ശീലമില്ലെന്ന് നിനക്കറിയില്ലേ. വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വാ. ഹായ് ആകാശ്. മേഡം സഞ്ജന, ആകാശിന്റെ ഫ്രണ്ട്. ഓ, ഇപ്പൊ പിടികിട്ടി. സഞ്ജന, നീ എന്താ പെട്ടെന്ന് ഇവിടേക്ക്? ചുമ്മാ ഒന്ന് കാണണമെന്ന് തോന്നി. ആകാശ് എപ്പോഴും പറയാറുണ്ട്, അവന് വർക്കും താനും മാത്രാ ലോകം. എടാ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ? വിട് വിട്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഒരു ഫോൺ ചെയ്ത് പറയായിരുന്നു എന്നോട്. നിനക്ക് മാത്രമേ സർപ്രൈസ് അറിയുള്ളൂ, ഞാനൊന്ന് നോക്കണ്ടേ? ഞാനൊരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ടേക്ക് ഇറ്റ്. താങ്ക് യു സഞ്ജന.
നീ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതൊന്നും ശരിയല്ല. നമ്മുടെ പ്രണയത്തെക്കുറിച്ച് ഇതുവരെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് നമ്മുടെ രണ്ടുപേരുടെയും വീടുകളിൽ അറിയിക്കുന്നതാ നല്ലത്. മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞാ അതിന്റെ കുറവ് നമുക്ക് തന്നെയായിരിക്കും. സോ അതുവരെ നമ്മൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. കഴിഞ്ഞ വട്ടം ഞാൻ തന്റെ വീട്ടിലേക്ക് വന്നതും അത്ര ശരിയല്ല. പിന്നീടാ ഞാനത് ആലോചിച്ചത്. നിന്റെ വീട്ടുകാരതറിഞ്ഞ അവർക്ക് വിഷമാവില്ലേ? നീ ഇത്രയും പക്വതയോടെ ചിന്തിക്കുന്നത് കൊണ്ടാ എനിക്ക് നിന്നെ ഇഷ്ടായത്. ലവ് യു സോ മച്ച്. ലവ് യു ടു. എന്നാ നീ ഒത്തിരി നേരം ഇവിടെ നിൽക്കണമെന്നില്ല. നീ പൊയ്ക്കോ. പുറത്തെവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. ഓക്കെ ആകാശ്, ടേക്ക് കെയർ. മറക്കാതെ ഇത് കഴിച്ചു നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ബൈ. ബൈ. എന്താടാ, എങ്ങനെയുണ്ട് സീറ്റ്? അത് അവളെനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാ. ഞങ്ങള് ചോദിക്കുന്നില്ലേ, അവള് കൊണ്ടുതന്നത് നീ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചാ മതി. നീ ഭയങ്കര ലക്കിയാടാ. സഞ്ജന ശരിക്കും നല്ല കുട്ടിയാ. ആടാ അല്ലടാ, സഞ്ജനയാ ശരിക്കും ഭാഗ്യവതി. ഇത്രയും പൊന്നു പോലത്തെ ഒരു ചെറുക്കനെ വേറെ ആർക്കാ കിട്ടുക? അല്ലടാ, സഞ്ജനെ പോലൊരു പെണ്ണിനെ കിട്ടിയതാ എന്റെ ഭാഗ്യം. കഴിവതും പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ച് ഒരു ജീവിതം തുടങ്ങണം. ഇപ്പോ എന്റെ ലക്ഷ്യം ഇത് മാത്രം. വാവ് മഞ്ജരി, യു ലുക്കിംഗ് ഗോർജസ്. മിഥുൻ നിന്നെ ഇങ്ങനെ കണ്ടാൽ അവൻ അവിടെ കമന്നടിച്ചു വീഴും. താങ്ക് യു ആന്റി. ഇന്നത്തെ പാർട്ടിയിലെ ഹൈലൈറ്റ് ഞാനും മിഥുനും ആയിരിക്കും. അതിനു വേണ്ടിയാ സ്റ്റൈലായിട്ട് റെഡിയായ. നീയും മിഥുനും ഒന്നിച്ച് നിന്ന പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആണെന്നേ പറയൂ. ഒരു ഡ്രസ് പോലും ഇല്ലേ? മേഘനെ, മേഘനെ, മേഘനെ. ഇതാ വരുന്നു മിഥുനേട്ടാ. ഈ മിഥുനേട്ടന്റെ ഒരു കാര്യം, എന്നെ കണ്ടില്ലെങ്കിൽ അപ്പൊ തുടങ്ങിക്കോളും വിളി. മാറി നിൽക്കും മഞ്ജരി. വിട് വിട്, അവക്കത്രയ്ക്ക് സീനൊന്നുമില്ല. അവള് വല്ല തരിയുടെ ഒപ്പിക്കുന്നതിന് മുമ്പ് നീ മിഥുനെയും കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. എന്താ മിഥുനേട്ടാ? അയ്യോ, എന്തൊരു കോല ഇത്. ഈ കബോർഡിൽ ഒറ്റ ഡ്രസ് കാണുന്നില്ലല്ലോ. മിഥുനേട്ടനല്ലേ എല്ലാം എടുത്തോണ്ട് പോയി അലക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തോണ്ട് പോയി വാഷിംഗ് മെഷീനിലിട്ടു. വാട്ട്? എല്ലാം കൊണ്ട് മെഷീനിലിട്ടോ? മിഥുനേട്ടാ, അതിലുള്ളതില് ഏതാണ് അലക്കിയത് അലക്കാത്തതെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ മിഥുനേട്ടാ. അയ്യോ, എന്താ മേഘന ഇത്? ഇപ്പൊ ഞാൻ എങ്ങനെ പാർട്ടിക്ക് പോവാ? അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യണമായിരുന്നു. എന്റെ ദൈവമേ, ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? അത് അലക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതാ കുഴപ്പമായത്. എന്നെ തന്നെ പറയണം. അവൾ അകത്തോട്ട് പോയിട്ട് കുറെ നേരമായല്ലോ. ഡോറാണെങ്കിൽ കുറ്റിയിട്ടിരിക്കുന്നു. മിഥുൻ, മിഥുൻ. മിഥുനേട്ടനെ അവള് വിളിക്കുന്നു. ഞാൻ കേട്ടു. മിഥുൻ, പാർട്ടിക്ക് ലേറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് വാ. എന്റെ പൊന്നോ, പാർട്ടിക്ക് ലേറ്റ് ആവുന്നുണ്ട് എത്ര മിഥുനേട്ടാ? ഞാൻ അതും കേട്ടു. ഇനി അതിന്റെ ഒപ്പം ലൈവ് കമന്ററി ഒന്നും വേണ്ട. ഇനി പാർട്ടിക്ക് ഞാൻ ടവൽ എടുത്തോണ്ട് പോണം. സൂക്ഷിച്ചു മിഥുനേട്ടാ, ആകെ ഒരു ടവലേ ഉള്ളൂ. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്ത? മിഥുൻ, മേഘനെ, നീ ചെന്ന് ഞാൻ പാർട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞേക്ക്. അയ്യോ, അത് മിഥുനേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാ പോരെ. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ പുറത്തേക്ക് വരിക? ശരി മിഥുനേട്ടാ, ഞാൻ തന്നെ പറഞ്ഞേക്കാം. മിഥുൻ, മിഥുനേട്ടൻ പാർട്ടിക്ക് വരുന്നില്ല. മിഥുനേട്ടൻ പാർട്ടിക്ക് വരുന്നില്ലെന്ന് പറയാൻ പറഞ്ഞു. നോ, ഞാൻ വിശ്വസിക്കില്ല.
ഇത് നിന്റെ എന്തോ കളിയാണെന്ന് എനിക്കറിയാം. മാറിക്കേ. എവിടെ? മിഥുൻ, എന്ത് കോലം ഇത്? നീ ഇതുവരെ റെഡി ആയില്ലായിരുന്നോ? പാർട്ടിക്ക് ലേറ്റ് ആവുന്നുണ്ട് മിഥുൻ. എന്തിനാ നീ വരില്ലെന്ന് പറഞ്ഞേ? ഞാൻ എങ്ങനെ പാർട്ടിക്ക് വരാനാ മഞ്ജരി? മേഘന എന്റെ ഡ്രസ്സസ് എല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുക. ഏയ്, ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? ആ ഇതാ ഇപ്പൊ നന്നായത്. മിഥുനേട്ടൻ എന്നോട് എല്ലായിടത്തും അലക്കാൻ പറഞ്ഞു. ഞാൻ എല്ലായിടത്തും മെഷീനിലിട്ടു. ഏട്ടൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ആ വായിലിരിക്കുന്നത് ഞാൻ കേക്കണ്ടേ? ഈ പാർട്ടിക്ക് പോക്ക് എങ്ങനെയാ മുടക്കാന്ന് ചോദിച്ചില്ലായിരുന്നോ? ഇപ്പൊ എന്ത് പറയുന്നു മഞ്ജരി? ഇനി എന്റെ അടുത്ത് കളിക്കാൻ വരരുത്. മേഘനെ, ഞാൻ മിണ്ടാതിരിക്കും തോറും നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ. Stop it nonsense, please. മഞ്ജരി, എനിക്കിപ്പോ പാർട്ടിക്കൊന്നും വരാൻ പറ്റില്ല. അതിനുള്ളൊരു മൂഡും ഇല്ല. പ്ലീസ്, നീ പോകാൻ നോക്ക്. നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പോവും മിഥുൻ? ഞാനും പോകുന്നില്ല. ഒരു പെയർ ഡ്രസ്സ് പോലും മാറ്റി വെക്കാനുള്ള ബുദ്ധിയില്ലേ നിനക്ക്? ഇനിയിപ്പോ വീട്ടിൽ എന്തിട്ടുണ്ട് നടക്കും ഞാൻ? വിവേകിന്റെ ഡ്രസ് വല്ലതിട്ട് നോക്കുന്നോ? അതിന് വിവേകിന്റെ ഡ്രസ്സ് എനിക്ക് പാകാവോ മേഘനെ? അതും ശരിയാണല്ലോ മിഥുനേട്ടാ. അയ്യോടാ പാവം. ആ മേഘനെ നമ്മളെ നിലത്തിട്ട് ചവിട്ടി അരച്ചോണ്ടിരിക്കുക. ഇതിപ്പോ ഇരുട്ടത്തിട്ടല്ലേ അവള് നമുക്കിട്ട് താങ്ങുന്നേ. നിന്റെ ഓരോ സന്തോഷവും നശിപ്പിച്ച് അടങ്ങുമെന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അവള്. അവള് കളിക്കട്ടെ പ്രിയമത ആന്റി. കളി കഴിഞ്ഞൊരിടത്ത് ഇരിക്കുമല്ലോ, അപ്പൊ ഞാൻ പണി തുടങ്ങിക്കോളാം. അതാണ് ശരിക്കുള്ള ഇരുട്ടടി. മിഥുൻ, ഓഫീസിലേക്കാണോ? അതെ മോം. ബാണാസുരയിലെ നമ്മുടെ സൈറ്റിന്റെ കൺസ്ട്രക്ഷൻ എവിടം വരെ എത്തി? ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിരിക്കുക. വർക്കൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നേ. ഒരു 2-3 മാസം കൊണ്ട് കഴിയുമായിരിക്കും. ഫൈൻ. ഇടയ്ക്കൊക്കെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും ഉഴക്കാൻ തുടങ്ങും. നമുക്ക് ആ പ്രൊജക്ട് വളരെ പ്രസ്റ്റീജിയസ് ആണെന്ന് ഓർക്കണം. ആന്റി അതോർത്തൊന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. കൺസ്ട്രക്ഷൻ മൊത്തം ഞാൻ ഒറ്റയ്ക്കാ നോക്കുന്നേ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും ആഴ്ചയ്ക്കൊരിക്കൽ ചെക്ക് ചെയ്യുന്നുമുണ്ട്. ആന്റിയുടെ അഭിമാന പ്രശ്നം ഇതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തെറ്റും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം ആന്റി. വെരി ഗുഡ് മഞ്ജരി. ചെയ്യുന്ന എന്ത് ജോലിയും ആത്മസമർപ്പണത്തോടെ ചെയ്താൽ അത് വിജയം കണ്ടെത്തുമെന്ന് പറയുന്നു. ഓക്കെ ആന്റി. അമ്മേ ഇതാ പ്രസാദം. ചെരുപ്പഴിക്കേ. ഭക്തി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവേണ്ടതാ. വഴിപാടിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. എന്തേ? ഭക്തിയും വഴിപാടും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്താ വല്ല പ്രളയോ മറ്റോ ഉണ്ടാവോ? അതോ അവിചാരിതമായ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവോ? മംഗളകരമായൊരു പൂജ കഴിഞ്ഞതും എന്തിനാ അപശകനവും പറഞ്ഞോണ്ട് വരുന്നത്? നല്ലതൊന്നും നിന്റെ വായിന്ന് വരില്ലേ? പറയുന്നത് കേട്ടിട്ടില്ലേ? ബി പോസിറ്റീവ് ഗെറ്റ് പോസിറ്റീവ് എന്ന്. ഹലോ, വാട്ട്? സമരോ?